തങ്ങളുടെ മതത്തിന് സ്വന്തമായ ഒരു രാഷ്ട്രസങ്കല്പമുണ്ട് എന്ന് വിശ്വസിക്കുന്നത് മതമൗലികവാദമാണ്. ആ അർത്ഥത്തിലാണ് ഞാൻ ചോദിക്കുന്നത്, ഗാന്ധിജി രാമരാജ്യത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മതമില്ലാത്ത രാഷ്ട്രീയത്തെ ഗാന്ധിജി നിരാകരിക്കുമ്പോൾ ഗാന്ധിജിയെ ഒരു മതമൗലികവാദി എന്ന് വിളിക്കാമോ? ഗാന്ധിജി ആദ്യം പറഞ്ഞ ഒരു കാര്യം മാത്രമാണ് താങ്കൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഗാന്ധിജി ഒരു ഘട്ടത്തിൽ അങ്ങനെ പറഞ്ഞു എന്നത് ശരിയാണ്. പക്ഷേ ഗാന്ധിജി സ്വയം തിരുത്തുകയുണ്ടായി. അദ്ദേഹം പിന്നീട് പറഞ്ഞത് എന്താണ്? പിന്നീട് പറഞ്ഞത് മതം എന്നത് എൻ്റെ വ്യക്തിപരമായ സ്വകാര്യ വിഷയം മാത്രമാണ്, അതും രാഷ്ട്രവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് പറഞ്ഞത്. നേരത്തെ അത് പറയുന്നതിന് ഇപ്പം ഞാൻ പറഞ്ഞ ഈ കാര്യം പറയുന്നതിന് 10-15 വർഷം മുമ്പ് പറഞ്ഞ ഒരു ഉദ്ധരണി വെച്ചിട്ടാണ് ഗാന്ധിജിയെ ഒക്കെ നിങ്ങളിപ്പോൾ ഈ മതമൗലികവാദികളെ പോലെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്ന് പറയുന്നത്. അതുപോലെ അബുൽ കലാം ആസാദ് ഹുക്കൂമത്തെ ഇലാഹിയെക്കുറിച്ച് പറഞ്ഞതും ആദ്യഘട്ടത്തിലാണ്. പിന്നീട് ഹുക്കൂമത്തെ ഇലാഹി എന്ന സങ്കല്പവുമായിട്ട് മൗലാന മൗദൂദിയെപ്പോലുള്ള ആളുകൾ മുന്നോട്ട് വന്നപ്പോൾ അദ്ദേഹം അതിനെ പിന്താങ്ങാൻ ഒരിക്കലും തയ്യാറായിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാകുന്നത് എന്താ? ഏളി അബുൽ കലാം ആസാദ് ഒരു പക്ഷേ അങ്ങനെ ഹുക്കൂമത്തെ ഇലാഹിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടാവും. പിന്നീട് അദ്ദേഹം അത് ഉപേക്ഷിച്ചു. അദ്ദേഹം പിന്നീട് കോൺഗ്രസ്സുകാരനായിട്ടാണ് അറിയപ്പെട്ടത്. മാത്രമല്ല കോൺഗ്രസിൻ്റെ മതേതര ദേശീയത അദ്ദേഹം അംഗീകരിച്ചു. എന്നാൽ മൗലാന മൗദൂദി ഒരു കാലത്തും മതേതര ദേശീയത അംഗീകരിച്ചിട്ടില്ല. ഗാന്ധിജിയും മൗലാന അബുൽ കലാം ആസാദും അതുപോലുള്ളവരും മതമൗലികവാദികളായിരുന്നില്ല. അവർ മതത്തെ സംബന്ധിച്ച് അതിൻ്റെ രാഷ്ട്രീയവുമായിട്ടുള്ള അതിൻ്റെ ബന്ധത്തെ പരാമർശിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ നിലപാട് പിന്നീട് മാറ്റിയെന്നാണ് ശ്രീ ഹമീദ് ചേന്നമംഗല്ലൂർ പറയുന്നത്. മൗലാന മൗദൂദി മാത്രമാണ് വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്താണ് താങ്കളുടെ അഭിപ്രായം? ഒന്നാമതായി ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞ പരാമർശം, ഗാന്ധിജി എപ്പോഴെങ്കിലും ആദ്യത്തിൽ അബദ്ധവശാലോ മറ്റോ പറഞ്ഞു പോയ ഒരു കാര്യമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം മതമുക്തമായ രാഷ്ട്രീയം മരണതുല്യമാണ് എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് ഹിന്ദു സ്വരാജ് എടുത്ത് വായിച്ചു നോക്കിയാൽ അതിലുടനീളം ഈ രീതിയിലുള്ള പരാമർശങ്ങൾ ഇതുപോലെയുള്ള പരാമർശങ്ങളോ കാണാം. എന്തു തന്നെയായാലും ധാർമ്മികമായ അടിത്തറയില്ലാത്ത ഒരു രാഷ്ട്രീയത്തെ അദ്ദേഹം ഒരിക്കലും അംഗീകരിച്ചില്ല. ജനാധിപത്യത്തെ പോലും ധാർമ്മികമായ അടിത്തറകളിലാണ് അത് നിലനിൽക്കേണ്ടത് എന്നാണ് അദ്ദേഹം ശക്തിപൂർവ്വം അവസാനം വരെയും വാദിച്ചുകൊണ്ടിരുന്നത്. ഇതാണ് അതിലെ അവസ്ഥ. മൗലാന അബുൽ കലാം ആസാദിനെ സംബന്ധിച്ചിടത്തോളം 1914 അൽ ഹിലാൽ എന്ന അദ്ദേഹത്തിൻ്റെ മാസികയിലാണ് അദ്ദേഹം ഹുക്കൂമത്തെ ഇലാഹിയ്യ എന്ന് പറയുന്ന ആശയത്തെ വിവരിക്കുന്നത്. അത് വളരെ ശക്തമായിട്ട് അബുൽ കലാം മൗദൂദി അന്നൊന്നും രംഗപ്രവേശം ചെയ്തില്ല. അതിനു മുമ്പ് തന്നെ ദൈവാധിപത്യം എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രബന്ധം ആരംഭിക്കുന്നത്. അതിനെതിരായിട്ടുള്ള എല്ലാം അദ്ദേഹം പൈശാചികാധിപത്യം എന്നാണ് വിശദീകരിക്കുന്നത്. ഈ രീതിയിൽ വന്ന മൗലാന അബുൽ കലാം ആസാദ് പക്ഷേ പിന്നീട് സ്വാതന്ത്ര്യ സമരത്തിൽ അതിൻ്റെ നായകനായി തന്നെ വന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അധ്യക്ഷനായിരുന്നു ദീർഘകാലം എന്നൊക്കെ ശരിയാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, താൻ ആദ്യം പറഞ്ഞ ഒരു കാര്യവും അദ്ദേഹം തള്ളിപ്പറയുകയോ നിരാകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തില്ല. മൗലാന അബുൽ കലാം മൗദൂദി പിന്നീട് ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയതിനെക്കുറിച്ച് അദ്ദേഹം അറിഞ്ഞിരിക്കണം. അദ്ദേഹം വ്യക്തമായതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞതായിട്ട് കണ്ടില്ല. പക്ഷേ അതിനൊന്നും തന്നെ അദ്ദേഹം എതിർക്കാനും വേണ്ടി കിട്ടില്ല. അദ്ദേഹത്തിൻ്റെ രംഗം ജീവിതം ആകെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. ആ പോരാട്ടം അവസാനിക്കുമ്പോൾ അദ്ദേഹം തികച്ചും നിരാശനായിരുന്നു, വ്യക്തമായിട്ടും നിരാശനായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ വിഭജിക്കപ്പെട്ടതിൽ ഇത്രയേറെ വേദനിച്ച ഒരു മനുഷ്യനുണ്ട് എന്ന് തോന്നുകയില്ല. കേരളത്തിൽ ശ്രീ ഹമീദ് ചേന്നമംഗല്ലൂർ ഇസ്ലാമിൽ രാഷ്ട്രീയമുണ്ട് എന്ന് അംഗീകരിക്കുന്നവരാണ് ഭൂരിപക്ഷം മുസ്ലിം പണ്ഡിതന്മാരും നേതാക്കളും. അവർ രാഷ്ട്രീയത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ എങ്ങനെ പ്രയോഗവൽക്കരിക്കുന്നു എന്നത് വേറെ ചോദ്യം. പക്ഷേ ഇസ്ലാമിൽ രാഷ്ട്രീയമുണ്ടോ എന്ന ചോദ്യത്തിന് ഇസ്ലാമിൽ രാഷ്ട്രീയമില്ല എന്ന് പറയുന്ന ആളുകൾ തുലോം വിരളമാണ്. ലോകത്ത് തന്നെ പൊതുവെ മുസ്ലിം പണ്ഡിതന്മാരെ എടുത്തു നോക്കിയാൽ ഭൂരിപക്ഷം മുസ്ലിം പണ്ഡിതന്മാരും, ഇത് നിഷേധിച്ചവർ വളരെ വിരളമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്, ഭൂരിപക്ഷം മതപണ്ഡിതന്മാരും അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അവർ പറയുന്നത് വിശുദ്ധ ഖുർആൻ്റെയും പ്രവാചകചര്യയുടെയും വെളിച്ചത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിൽ എന്തായാലും രാഷ്ട്രീയമുണ്ട് എന്നാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, ഇതൊക്കെ അംഗീകരിക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള ലോകത്തെ ഭൂരിപക്ഷം മുസ്ലിങ്ങളും താങ്കളുടെ അഭിപ്രായമനുസരിച്ച് മതമൗലികവാദികൾ തന്നെ ആവില്ലേ? അല്ല, ഇസ്ലാമിൽ രാഷ്ട്രീയമുണ്ട് എന്ന് അംഗീകരിക്കുന്നത് കൊണ്ട് ഒരാൾ മതമൗലികവാദിയാവുന്നില്ല. നമ്മുടെ നാട്ടിലെ സുന്നി സംഘടനയിൽപ്പെട്ട ഒരു ഇസ്ലാമിൽ രാഷ്ട്രീയമുണ്ട് എന്ന് അംഗീകരിക്കുന്നവരാ, മുജാഹിദുകൾ അംഗീകരിക്കുന്നവരാ. പക്ഷേ അവർ ഒരു ഇസ്ലാമിക രാഷ്ട്രം വേണം, ഇസ്ലാമിക ഭരണം വേണം എന്ന് പറയുന്നില്ല. ഇപ്പോൾ മൗദൂദി ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകാചാര്യം പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറഞ്ഞത് ഭരണമില്ലാത്ത ഇസ്ലാം
സങ്കല്പ വീട് പോലെയാണ് എന്നാണ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അവിടെ ഇസ്ലാം നിലനിൽക്കുന്നില്ല, ഭരണമില്ലെങ്കിൽ ഇസ്ലാം നിലനിൽക്കുന്നില്ല. എൻ്റെ ചോദ്യം, കഴിഞ്ഞ ഏതാണ്ട് ഒരു 13 നൂറ്റാണ്ടായിട്ട് എങ്കിലും ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ജീവിച്ച മുസ്ലിങ്ങൾ ഭരണമില്ലാതെ, ഇസ്ലാമിക ഭരണമില്ലാതെ ജീവിച്ചത്. അപ്പോൾ ഈ കഴിഞ്ഞ 13 നൂറ്റാണ്ടിലും ഇസ്ലാം സങ്കല്പ വീടായിരുന്നു. മൗദൂദി അത് പറഞ്ഞത് ഏത് സാഹചര്യത്തിലാണ് എന്ന കാര്യം ആദ്യം പരിശോധിക്കണം. മതവും രാഷ്ട്രവും തികച്ചും വേറെയാണ്. തമ്മിൽ ഒരർത്ഥത്തിലും ഒരു ഘട്ടത്തിലും എവിടെ വെച്ചും അത് പൊരുത്തപ്പെടുകയില്ല. മതം എന്ന് പറഞ്ഞാൽ സ്വകാര്യ ജീവിതത്തിൽ ഇഷ്ടമുള്ളവന് കൊണ്ടു നടക്കാവുന്ന ഒന്ന്. മതത്തെ സംബന്ധിച്ച് സംസാരിക്കുക ചെയ്യരുത് എന്ന ആത്യന്തികമായ സെക്യുലറിസം ഇന്ത്യയിൽ സ്വാധീനം നേടിയ ഒരു ഘട്ടത്തിലാണ് മൗദൂദി പറയുന്നത്. ഈ സന്ദർഭത്തിലാണ് ഇസ്ലാമിന് ഒരു രാഷ്ട്രീയമുണ്ട് എന്ന് മാത്രമല്ല, അത് അധ്വാനിച്ച് ഈ ലോകത്ത് സ്ഥാപിക്കേണ്ടതുമാണ്. അത് വെറുതെ അവാർഡായിട്ടൊക്കെ കിട്ടുന്നതാണെന്ന് ചിലർ പറയാറുണ്ട്. ഒന്നുമല്ല, പണിയെടുത്താൽ മാത്രം അത് സ്ഥാപിതമാവുന്നതാണ്. ദൈവത്തിൻ്റെ ഭൂമിയിൽ ദൈവത്തിൻ്റെ ദീൻ, ഇതാണ് അദ്ദേഹം മുദ്രാവാക്യം മുഴക്കിയത്. അങ്ങനെ ആ അടിസ്ഥാനത്തിൽ ശക്തമായി ഊന്നിപ്പറഞ്ഞതിൻ്റെ ഒരു ഭാഗമാണ് ഈ പറഞ്ഞ ഭരണമില്ലാത്ത ഇസ്ലാം എന്ന് പറയുന്ന സങ്കല്പ വീടാണ് എന്ന് അദ്ദേഹം പറയും. ശ്രീ ഹമീദ് ചേന്നമംഗല്ലൂർ ചോദിക്കുന്നത്, 13 നൂറ്റാണ്ട് കാലം മുസ്ലിങ്ങൾ സങ്കല്പ വീട്ടിലായിരുന്നോ ജീവിച്ചിരുന്നത് എന്നാണ്. 13 നൂറ്റാണ്ട് കാലത്തെ പ്രശ്നം എങ്ങനെ ഉത്ഭവിക്കുന്നു? നബി അങ്ങോട്ട് നിര്യാതനായതിനു ശേഷം തുടർച്ചയായി 30 വർഷത്തോളം ഖിലാഫത്ത് റാഷിദയുടെ, അതായത് 4 ഖലീഫമാരാണ് ഭരിച്ചത്. അവർക്ക് ശേഷം കുടുംബവാഴ്ചയിലേക്ക് വഴുതിപ്പോയെങ്കിലും ശരി, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും ആധികാരികതയോ നിയമനിർമ്മാണത്തിനുള്ള അടിസ്ഥാനമായി അതിനെ അംഗീകരിക്കുന്നതോ ഒന്നും തന്നെ നിരാകരിച്ചുകൊണ്ടുള്ള ഭരണകൂടമല്ല ഉണ്ടാകുന്നത്. പിന്നെ ഉമയ്യ ഭരണകൂടം വന്നു, പിന്നെ അബ്ബാസിയ ഭരണകൂടം വന്നു, ഒടുവിൽ ഉസ്മാനിയാക്കൾ. 924 മുസ്തഫ കമാൽ അത്താതുർക്ക് തുർക്കിയിൽ ഖിലാഫത്തിൻ്റെ കഥ കഴിക്കുന്നത് വരെയും ഈ പറയുന്ന മതാധിഷ്ഠിതമാണെങ്കിൽ അങ്ങനെ മതാധിഷ്ഠിത ഭരണമാണ് നടന്നത്. ഞാനതിന് മതാധിഷ്ഠിതം എന്ന് പറയില്ല. ഇസ്ലാമിക സ്വഭാവത്തോടെ എന്തെല്ലാം വ്യതിയാനങ്ങളുണ്ടെങ്കിലും ശരി, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാന പ്രാമാണികത അംഗീകരിച്ചുകൊണ്ടുള്ള ഭരണമാണ് വന്നത്. പിന്നെ സങ്കല്പ വീടിൻ്റെ പ്രശ്നം എവിടെ? ഇസ്ലാമിക ഭരണത്തിൻ്റെ മാതൃകയായിട്ട് എന്താണ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് എന്ന് ജസ്റ്റിസ് മുനീർ കമ്മീഷൻ, അഹമ്മദിയ വിരുദ്ധ കലാപത്തെക്കുറിച്ച് അന്വേഷിച്ച പാകിസ്ഥാനിലെ ജസ്റ്റിസ് മുനീർ കമ്മീഷൻ മൗദൂദി ഉൾപ്പെടെയുള്ള വ്യത്യസ്ത മതപണ്ഡിതന്മാരോട് 1953 ചോദിക്കുകയുണ്ടായി. അപ്പോൾ അന്ന് ഓരോ പണ്ഡിതന്മാരും ഇസ്ലാമിക ഭരണം എന്നതിന് വ്യത്യസ്തമായിട്ടുള്ള നിർവചനവും വ്യത്യസ്തമായിട്ടുള്ള കാലയളവുമാണ് ചൂണ്ടിക്കാണിച്ചത്. ചിലർ പറഞ്ഞത് പ്രവാചകൻ്റെ കാലത്ത് നിലനിന്നിരുന്ന ഭരണമാണ് ഇസ്ലാമിക ഭരണം. വേറെ ചിലർ പറഞ്ഞത് പ്രവാചകൻ്റെ കാലത്തും അതുപോലെ ഇപ്പറഞ്ഞ ഖുലഫാഉർ റാഷിദ് 4 ഖലീഫം, ആദ്യത്തെ 4 ഖലീഫമാരുടെ കാലത്തും നിലനിന്ന 29 വർഷം നിലനിന്ന ആ ഭരണമാണ്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇതിനൊക്കെ പുറമെ നമ്മുടെ മുഹമ്മദ് തുഗ്ലക്കും ഔറംഗസീബും വരെയുള്ളവരുടെ ഭരണമൊക്കെ ഇസ്ലാമിക ഭരണമായിരുന്നു എന്നാണ്. നിങ്ങൾ ആരെങ്കിലും ഇത് അംഗീകരിക്കൂ? ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോൾ പറഞ്ഞ ഇതൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഈ പിന്നെ ബാസിയ കാലഘട്ടം, മറ്റേ കാലഘട്ടം എന്നൊക്കെ പറഞ്ഞ് ഈ ഖലീഫമാരുടെ കാലത്തൊക്കെ അവിടെ പിന്നെ ഖുർആനും സുന്നത്തും അനുസരിച്ചുള്ള ഭരണമൊക്കെ നിലനിന്നിരുന്നെന്ന് വാദത്തിന് വേണ്ടി സമ്മതിച്ചാലും ഏതാണ്ട് 8-ാം നൂറ്റാണ്ട് തൊട്ട് നമ്മുടെ ഇന്ത്യയിലും മുസ്ലിങ്ങളുണ്ട്. ഇവിടെ എന്ത് ഇസ്ലാമിക ഭരണക്കാലത്തൊക്കെ ഉണ്ടായിരുന്നത്? നമ്മുടെ കേരളത്തിലും വന്നല്ലോ. ഏതാണ്ട് 8-ാം നൂറ്റാണ്ട് തൊട്ട് ഇസ്ലാം വന്നു, ഇവിടെ ഇസ്ലാമിക ഭരണം നിലനിന്നിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇപ്പോൾ കേരളത്തിൽ ജീവിച്ച നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ ഇവിടെ മുസ്ലിങ്ങളായിട്ട് അന്ന് ജീവിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഈ സങ്കല്പ വീട്ടിൽ ജീവിക്കുകയായിരുന്നു. അവരുടെ ഒന്നും ഇസ്ലാം പൂർണ്ണമായിരുന്നില്ലേ? അപ്പോൾ ഇസ്ലാം പൂർണ്ണമാകണമെങ്കിൽ മൗദൂദിയുടെ കാഴ്ചപ്പാടിൽ അള്ളാഹുവിൻ്റെ പരമാധികാരം അംഗീകരിക്കുന്ന ഭരണ സംവിധാനം വേണം. അതേ മറ്റൊരു സന്ദർഭത്തിൽ പറയുകയുണ്ടായി, ഒരു ചതുരശ്ര നാഴിക, അള്ളാഹുവിൻ്റെ പരമാധികാരം അംഗീകരിക്കുന്ന ഒരു ചതുരശ്ര നാഴിക നിങ്ങൾ എനിക്ക് കാണിച്ചു തന്നാൽ ഇന്ത്യയുടെ മറ്റേത് ഭാഗത്തേക്കാളും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുക ആ ഒരു ചതുരശ്ര നാഴികയാണ് അള്ളാഹുവിൻ്റെ പരമാധികാരം നിലനിൽക്കുന്ന, എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ള ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്ന ആ സ്ഥലം അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അഭികാമ്യമായി തോന്നുക എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് അള്ളാഹുവിൻ്റെ പരമാധികാരം നിലനിൽക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ ഇസ്ലാം നിലവിൽ വരുന്നത്. അപ്പോൾ യഥാർത്ഥ ഇസ്ലാം നിലവിൽ വരുന്നത് അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ പരമാധികാരം നമ്മുടെ രാജ്യത്തോ അല്ലെങ്കിൽ പല മുസ്ലിം രാജ്യങ്ങളിലോ നിലനിന്നിരുന്നില്ല, എത്രയോ കാലമായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നില്ല. അവരൊക്കെ അപൂർണ മുസ്ലിങ്ങളാണോ എന്നതാണ് എൻ്റെ ചോദ്യം.
മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു രാഷ്ട്ര സംവിധാനം നമ്മുടെ കാലഘട്ടത്തിന് യോജിച്ചതാണോ? അതില്ലാഞ്ഞാൽ ഇസ്ലാം പരിപൂർണമാവുകയില്ലേ? യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ രാഷ്ട്രീയമുണ്ടോ? ഇസ്ലാമിൽ മാത്രമല്ലല്ലോ, ഏത് മതത്തിലാണ് രാഷ്ട്രീയമില്ലാത്തത്? ഏത് ദർശനത്തിലാണ് രാഷ്ട്രീയമില്ലാത്തത്? മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും രാഷ്ട്രീയമുണ്ട്. ഒരർത്ഥത്തിലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ. ഹിന്ദു മതത്തിൽ രാഷ്ട്രീയമില്ലേ? അല്ലെങ്കിൽ ഹിന്ദു ധർമ്മശാസ്ത്രത്തിൽ, മതം എന്നുള്ളത് നമുക്ക് വിടാം, ഹിന്ദു ധർമ്മശാസ്ത്രത്തിൽ നിങ്ങൾ ഗീത വായിച്ചു നോക്കുക, അതിൽ രാഷ്ട്രീയമില്ലേ? ഉപനിഷത്ത് വായിച്ചു നോക്കുക, അതിൽ രാഷ്ട്രീയമില്ലേ? ബൈബിൾ വായിച്ചു നോക്കുക, അതിൽ രാഷ്ട്രീയമില്ലേ? രാഷ്ട്രീയമില്ലാത്ത എന്താ ഈ ലോകത്തുള്ളത്? ചോദ്യം അതല്ല. നമ്മുടെ പ്രശ്നം മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു രാഷ്ട്ര സംവിധാനം നമ്മുടെ കാലഘട്ടത്തിന് യോജിച്ചതാണോ? അതില്ലാഞ്ഞാൽ ഇസ്ലാം പരിപൂർണമാവുകയില്ലേ? ഇപ്പോൾ സമ്പൂർണ്ണമായ ജീവിത വ്യവസ്ഥയാണ് ഇസ്ലാം എന്ന് നേരത്തെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എനിക്ക് ആ കാര്യത്തിൽ വിയോജിപ്പുണ്ട്. കുറേ ചോദ്യങ്ങൾ അമീത് ചേന്നമംഗല്ലൂർ ഉയർത്തിയൊരുക്കുന്നു. ഒന്ന്, ഇസ്ലാമിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വ്യക്തമായ നിയതമായ ഒരു രൂപമില്ലാത്ത സങ്കല്പം മാത്രമാണ്. പലരും പലതും പറയുന്ന ഒരു സങ്കല്പം മാത്രമാണ്. രണ്ടാമത്തേത്, സമ്പൂർണ്ണ ജീവിത പദ്ധതി എന്ന് താങ്കൾ ഒരു വ്യവസ്ഥിതിയെ സംബന്ധിച്ച് പറയുന്നത് തന്നെ ശരിയല്ല. മുനീർ കമ്മീഷൻ റിപ്പോർട്ടും അദ്ദേഹം പരാമർശിച്ചു. ഇസ്ലാമിക രാഷ്ട്രത്തിന് ഒരു തിട്ടമില്ല, വ്യക്തതയില്ല എന്നതിൻ്റെ തെളിവായി. ഓരോന്നിനും വ്യക്തമായി മറുപടിയുണ്ട്. ഒന്നാമത്തെ കാര്യം, മുനീർ കമ്മീഷനാണ് അദ്ദേഹം ആദ്യം പരാമർശിച്ചെന്ന് തോന്നുന്നു. മുനീർ കമ്മീഷൻ എന്തായിരുന്നു എന്നുള്ളത് ഒരു വിശദീകരണം ആവശ്യമുള്ള കാര്യമാണ്. 953 കാദിയാനി വിരുദ്ധ കലാപത്തിൽ, അത് കലാപം വളരെ രൂക്ഷമായ സമയത്ത് പാകിസ്ഥാൻ ഗവൺമെൻറ് നിശ്ചയിച്ചു ഒരു അന്വേഷണ കമ്മീഷൻ. അവരോട് ആവശ്യപ്പെട്ടിരുന്നത് ഈ കലാപത്തിൽ ആരെല്ലാം പങ്കെടുത്തു എന്താണ് അതിന് കാരണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയായിരുന്നു. ടേംസ് ഓഫ് റെഫറൻസ് നോക്കിയാൽ കാണാം. പക്ഷേ ജസ്റ്റിസ് മുനീർ ഇതൊരവസരമായി എടുത്തു. അദ്ദേഹം അറിയപ്പെട്ട ഒരു മോഡേണിസ്റ്റ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൽപ്പെട്ടാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം പൂർണ്ണമായി നിരാകരിക്കുന്ന ഒരു നമ്പർ 1 സെക്യുലറിസ്റ്റാണ്. അദ്ദേഹം ഉണ്ടാക്കിയ ആ കമ്മീഷൻ റിപ്പോർട്ടിൽ അദ്ദേഹം അതിനുവേണ്ടി, അതായത് പാകിസ്ഥാനിൽ ഒരർത്ഥത്തിലും ഒരു ഇസ്ലാമിക രാഷ്ട്രം പ്രായോഗികമല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് കിട്ടിയ സന്ദർഭം അദ്ദേഹം ഉപയോഗിച്ചത്. അങ്ങനെ അദ്ദേഹത്തിന് ചെയ്യാം, അത് വേറെ കാര്യമാണ്. പക്ഷേ ഒന്ന് ആലോചിക്കേണ്ടത് ഇവിടുത്തെ വൈരുദ്ധ്യമാണ്. 947 ആഗസ്റ്റ് 14 വരെ ഇസ്ലാം അപകടത്തിലെന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിയ ഒരു രാജ്യമാണ്. അതിൻ്റെ പിറ്റേ ദിവസമാണ്, അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇത് നടക്കുന്നത്. ഇത് പൂർണ്ണമായി ഒരു മതേതര സ്റ്റേറ്റ് ആവണം എന്നുള്ള ബുദ്ധിജീവികളുടെ ഭാഗത്തുനിന്നും മറ്റുമൊക്കെ ആവശ്യം വരുന്നത്. എന്നാൽ പിന്നെ ഇന്ത്യയെ തന്നെ നാപ്പോരായിരുന്നോ? അത് വിഭജിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ള ചോദ്യമുണ്ട്. ഞാൻ അതിലേക്ക് കിടക്കല്ല. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെ മുനീർ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ തന്നെക്കുറിച്ച് ആ റിപ്പോർട്ടിൽ പറഞ്ഞതെല്ലാം അസംബന്ധവും അബദ്ധവുമാണ് എന്ന് മൗദൂദി വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, പക്ഷേ കമ്മീഷൻ വന്നത് ഇങ്ങനെയാണ്. അത് അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യാം. പക്ഷേ കമ്മീഷൻ ഇങ്ങനെ ഒരു പക്ഷപാതപരമായ കമ്മീഷനായിരുന്നു. അത് മറ്റുള്ളവരുടെ കാര്യത്തിലും ചെയ്തത് അത് തന്നെയാണ്. അതുപോലെ തന്നെ പ്രൊഫസർ ഖുർഷീദ് അഹമ്മദ് മുനീർ കമ്മീഷൻ എക്സ്റേഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നല്ല ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതെല്ലാ കാര്യങ്ങളും വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ മുനീർ കമ്മീഷൻ എന്നുള്ളത് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ കഴിയുന്ന ഒരു ആധികാരിക രേഖയല്ല. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, അതായത് ഇസ്ലാമിക രാഷ്ട്രപ്പറ്റി വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ശരിയാണ്. ഏകപക്ഷീയമായ അല്ല ഏകധ്രുവമായ ഒരു ഏകശിലാമുഖമായ ഒരു കാഴ്ചപ്പാടൊന്നുമല്ല ഉള്ളത്. പക്ഷേ ഈ പറയുന്ന കാര്യം ഇസ്ലാം സമ്പൂർണ്ണ ജീവിത പദ്ധതിയാണ്, ജീവിത ദർശനമാണെന്നൊക്കെ പറയുന്നവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഖിയാമത്ത് നാൾ വരെ, ലോകാവസാനം വരെ വരുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളും വിശദാംശങ്ങളും ഒക്കെ രേഖപ്പെടുത്തിയ ഒരു ഗ്രന്ഥമാണ് ഖുർആൻ എന്നാണ്. അത്ര വിദ്യത്തിൽ ആർക്കുണ്ടോ? അതൊന്നുമല്ല. അടിസ്ഥാന തത്വങ്ങൾ, അതാണ് ജീവിതത്തിൻ്റെ ഏത് മേഖലയിലും ആവശ്യമായ അടിസ്ഥാന തത്വങ്ങൾ. ഇന്നിപ്പോഴത്തെ സാങ്കേതിക ഭാഷയിൽ പറഞ്ഞാൽ മഖാസിദെ ശരീഅത്ത് എന്ന് പറയും. ശരീഅത്തിൻ്റെ ലക്ഷ്യങ്ങൾ, ഈ ലക്ഷ്യങ്ങൾ വ്യക്തമായി വിശദീകരിച്ചു. അത് ലോകത്ത് സമാധാനം സ്ഥാപിതമാവണം, നീതി സംസ്ഥാപിതമാവണം, ആർക്കും നീതി നിഷേധിക്കപ്പെടരുത്, എല്ലാ വിഭാഗം ആളുകൾക്കും ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം, റോട്ടി മക്കാൻ അവർ കപ്പട എന്ന് പറയുന്ന അടിസ്ഥാന ആവശ്യങ്ങൾ എല്ലാവർക്കും നിറവേറണം, സമൂഹത്തിലെ ഒരു വിഭാഗത്തിന് മാത്രം പോരാ എന്ന് തുടങ്ങിയിട്ട് അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങളും ഇസ്ലാം സ്പർശിച്ചിരിക്കുന്നു. വിശിഷ്ട അതിഥികളായ ശ്രീ ഹമീദ് ചേന്നമംഗല്ലൂരിനും
ശ്രീ ഒ അബ്ദുറഹ്മാനും നന്ദി. എല്ലാവർക്കും നന്ദി, നമസ്കാരം.